ഡേറ്റ മൈനിങ്ങിൻ്റെ പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രീവിയസ് വീഡിയോസ് എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, പുതിയ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്ന് നമുക്ക് നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ ഡേറ്റ വെയർ ഹൗസിംഗ് എന്താണ്, അതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷനൊക്കെ കണ്ടു. അപ്പോൾ ഇന്ന് നീഡ് ഫോർ ഡേറ്റ വെയർ ഹൗസിംഗ് എന്ന ടോപ്പിക്കാണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. നീഡ് ഫോർ ഡേറ്റ വെയർ ഹൗസിംഗ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് വെയർ ഹൗസിംഗ്, എങ്ങനെ യൂസ് ചെയ്യാം എന്നൊക്കെ ഉള്ള ഒരു ബേസിക്കും അത്യാവശ്യം ഒരു എക്സ്പ്ലനേഷനൊക്കെ നമ്മൾ നോക്കി. ഇനി എന്തിനു വേണ്ടിയാണ് ഡേറ്റ വെയർ ഹൗസിംഗ് നമ്മൾ ഉപയോഗിക്കുന്നത്, എന്തൊക്കെ യൂസിന് നമുക്ക് ഡേറ്റ വെയർ ഹൗസിംഗ് യൂസ് ചെയ്യാം, എന്തൊക്കെ ഉപയോഗങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഡേറ്റ വെയർ ഹൗസിംഗ് എന്ന് പറഞ്ഞാൽ. ഡേറ്റ വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡേറ്റ റിപ്പോസിറ്ററി എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ വളരെയധികം ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന ഒരു റിപ്പോസിറ്ററിയാണ് ഡേറ്റ വെയർ ഹൗസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ നീഡ് എന്തിനു തന്നെയായിരിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ, വലിയ വലിയ ഡേറ്റ സ്റ്റോർ ചെയ്യേണ്ട കേസുകളിൽ ഡേറ്റയെ സ്റ്റോർ ചെയ്ത് അല്ലെങ്കിൽ ഹോൾഡ് ചെയ്ത് വയ്ക്കാനുള്ള റിപ്പോസിറ്ററി ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡേറ്റ വെയർ ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, ഇറ്റ് സപ്പോർട്ട് ഇൻഡസ്ട്രീസ് സച്ച് എസ് മാനുഫാക്ചറിങ്, റീറ്റെയിൽ, ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. അപ്പോൾ നമ്മൾ ഹെൽത്ത് കെയർ എടുക്കുകയാണെങ്കിൽ ഡേ ടു ഡേ നിറയെ പേഷ്യൻസ്, അതുപോലെ ഓപ്പറേഷൻസ്, പേഷ്യൻസിൻ്റെ മെഡിക്കൽ കണ്ടീഷൻസ്, ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള ഒരുപാട് ഡേറ്റ, അതുപോലെ ഓരോ ഇൻഡിവിജ്വൽ, ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ്, ഓരോ ടെസ്റ്റുകൾ, ലാബ് റിസൾട്ടുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് ഡേറ്റ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട ഒരു ആവശ്യം വരും. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഒരു വലിയൊരു റിപ്പോസിറ്ററിക്കുള്ളിൽ സ്റ്റോർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഡേറ്റ വെയർ ഹൗസിംഗ് അവിടെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ, ഏതൊരു ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എടുത്താലും അവിടെയും നിറയെ ഡീറ്റെയിൽസ് ഉണ്ട്, ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഡേറ്റാസ് മാനുഫാക്ചറിങ്, റീറ്റെയിൽ, ടെലികമ്മ്യൂണിക്കേഷൻ, ഹെൽത്ത് കെയറിൽ എല്ലാത്തിലുമുള്ള ഡേറ്റാസിനെ സ്റ്റോർ ചെയ്തുകൊണ്ട് അവർക്കൊരു സപ്പോർട്ട് സിസ്റ്റമായിട്ട്, ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, അതാണ് ഒരു ടേം അവിടെ ഉദ്ദേശിക്കുന്നത്. ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റമായിട്ട് യൂസ് ചെയ്യുന്നത് ഡേറ്റ വെയർ ഹൗസിനെയാണ്. ദെൻ സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഇൻക്രീസ് ബിസിനസ് പ്രോഫിറ്റബിലിറ്റി. അതായത് നമ്മുടെ ഒരു ബിസിനസ്സിൽ, ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ തരത്തിലുള്ള ഡേറ്റയും ഒരു ഡേറ്റ വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഡേറ്റ, ഇപ്പോൾ ട്രാൻസാക്ഷൻ ഡേറ്റ, എല്ലാ ഡേറ്റയും നമുക്ക് സ്റ്റോർ ചെയ്യാം. ട്രാൻസാക്ഷൻ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഓപ്പറേഷണൽ ഡേറ്റാബേസ് കാണും, എങ്കിൽ നമുക്ക് അതിലുള്ള ഡേറ്റ വേണമെങ്കിൽ അതിൽ സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഈ ഡേറ്റാസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡേ ടു ഡേ ആയിട്ടുള്ള ക്ലറിക്കൽ, അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻസ്, ഇതെല്ലാം എടുക്കാൻ വേണ്ടി നമുക്ക് ഓപ്പറേഷണൽ ഡേറ്റാബേസ് ഉള്ളതുപോലെ തന്നെ ലോങ് ടേം ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഡേറ്റ വെയർ ഹൗസിലെ ഡേറ്റാസ് യൂസ് ചെയ്യാം. അതായത് നമ്മൾ ഓപ്പറേഷണൽ ഡേറ്റാബേസിൽ ട്രാൻസാക്ഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ട്രാൻസാക്ഷൻസ് വെച്ചിട്ട് ഡേ ടു ഡേ പ്രോഫിറ്റ് ലോസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേഷൻ എല്ലാം ചെയ്യാം. അതുപോലെ ഡേറ്റ വെയർ ഹൗസിലെ പെർമനന്റ് നേച്ചറുള്ള ഡേറ്റ സ്റ്റോർ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് കാരണം, അതായത് ലോങ് ടേം ആയിട്ടുള്ള ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് കാരണം ലോങ് ടേം ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ ഒരു ഓർഗനൈസേഷനെ ഡേറ്റ വെയർ ഹൗസ് സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനത്തെ ഡിസിഷൻസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കത്തില്ലേ, അല്ലെങ്കിൽ ഇൻക്രീസ് ആകത്തില്ലേ? സോ ഇറ്റ് ഇൻക്രീസ് ബിസിനസ് പ്രോഫിറ്റബിലിറ്റി. ദെൻ തേർഡ് വൺ, ഇറ്റ് ഇൻക്രീസ് കസ്റ്റമർ ഫോക്കസ്. അതായത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അസോസിയേഷൻ റൂൾ എന്നൊരു ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിലോ മാർജിൻ ഫ്രീയിലൊക്കെ പോയി കഴിഞ്ഞാൽ സിമിലറായിട്ട് ബൈ ചെയ്യാവുന്ന പ്രോഡക്റ്റുകൾ എപ്പോഴും അടുത്തടുത്ത് വയ്ക്കാറുണ്ട് ടു ഇൻക്രീസ് ദ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ കസ്റ്റമറിന് എന്താണ് വേണ്ടത്, കസ്റ്റമറിൻ്റെ നീഡ് എന്താണെന്നൊക്കെ മനസ്സിലാക്കി കസ്റ്റമറിന് കൂടുതൽ ഫോക്കസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡേറ്റയെ അനലൈസ് ചെയ്യണം. അത്തരത്തിലുള്ളൊരു അനലൈസ് ചെയ്യണമെങ്കിൽ ഡേറ്റ എന്ത് ചെയ്യണം? ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഡേറ്റ വെയർ ഹൗസ് നമുക്ക് അത്യാവശ്യമായ ഒരു കാര്യമാണ്. അതാണ് ഇൻക്രീസ് കസ്റ്റമർ ഫോക്കസിൽ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കസ്റ്റമറിൻ്റെ നീഡ് അനുസരിച്ച് കസ്റ്റമറിന് ആവശ്യമുള്ള എല്ലാ ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രോഫിറ്റ് കൂടും. അപ്പോൾ എപ്പോഴും കസ്റ്റമറുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യേണ്ടത് അത്യാവശ്യമല്ലേ? അപ്പോൾ അത്തരത്തിൽ നല്ലൊരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു റിലേഷൻ മാനേജ് ചെയ്യാൻ ഡേറ്റ വെയർ ഹൗസ് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഇത്രയുമാണ് ഡേറ്റ വെയർ ഹൗസിൻ്റെ മെയിൻ ആയിട്ടുള്ള നീഡ്സ്.
ഓക്കെ, അടുത്ത് നമുക്ക് ചലഞ്ചസ് ഓഫ് ഡേറ്റ വെയർ ഹൗസ്, അതായത് ഒരു ഡേറ്റ വെയർ ഹൗസിൽ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ആണ് ഫേസ് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, അൺവാണ്ടഡ് ഡേറ്റ മസ്റ്റ് ബി റിമൂവ്ഡ്, അല്ലേ? ഇപ്പം നമ്മളൊരു ഡേറ്റ വെയർ ഹൗസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ ഡേറ്റ മൈനിങ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ചെയ്യേണ്ടതോ ഒക്കെ ആയിട്ടുള്ള ഡേറ്റ ഹ്യൂജ് ഹെട്രോജീനിയസ് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് സ്റ്റോർ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്യുമ്പോൾ, അങ്ങനെ ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ ഈ റിപ്പോസിറ്ററിയിൽ സ്റ്റോർ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഡേറ്റയും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അൺവാണ്ടഡ് ഡേറ്റ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. അത് അത്യാവശ്യം ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്, ആവശ്യമില്ലാത്ത ഡേറ്റ റിമൂവ് ചെയ്യുക എന്നുള്ളത്. ദെൻ സെക്കൻഡ് പോയിന്റ്, കൺവേർട്ടിംഗ് ഹെട്രോജീനിയസ് സോഴ്സസ് ഇൻ ടു വൺ കോമൺ സ്കീമ. അതായത് ഇപ്പോൾ ഡേറ്റ വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂജ് റെപ്പോസിറ്ററി ആണ്, അതിനുള്ളിൽ ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ കളക്ട് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ഹെട്രോജീനിയസ് സോഴ്സസിൽ നിന്നാണ്. ഇതൊക്കെ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഈ മൾട്ടിപ്പിൾ ഹെട്രോജീനിയസ് സോഴ്സസ്, പല പല സോഴ്സുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡേറ്റയുടെ ടൈപ്പും പലതായിരിക്കും, അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഒരു സോഴ്സിൽ നിന്ന് എനിക്ക് കിട്ടിയ ഇപ്പോൾ ഞാൻ ഇപ്പോൾ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചൊരു ഡേറ്റ കളക്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു സോഴ്സിൽ നിന്ന് എനിക്ക് കിട്ടിയത് വീഡിയോ ടൈപ്പിലുള്ള ഡേറ്റയാണ്. ഓക്കെ, വേറൊരു സോഴ്സിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഓഡിയോ ടൈപ്പിലുള്ള ഡേറ്റയാണ്. വേറൊരു സോഴ്സിൽ നിന്ന് എനിക്ക് ടെക്സ്റ്റ് ഫയൽസ് കിട്ടി. വേറൊരു സോഴ്സിൽ നിന്ന് എനിക്ക് ഡേറ്റാ ബേസിലുള്ള ടൈപ്പിലുള്ള ഡേറ്റ കിട്ടി. അങ്ങനെ ഓരോ സോഴ്സിൽ നിന്നും പല ടൈപ്പിലുള്ള ഡേറ്റാസ് ആയിരിക്കും എനിക്ക് കിട്ടുന്നത്, അല്ലേ? അപ്പോൾ ഈ എല്ലാ ഡേറ്റയും കൂടെ ഒരു കോമൺ ആയിട്ടുള്ള വെയർ ഹൗസ് അല്ലെങ്കിൽ റിപ്പോസിറ്ററിയിൽ സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഡേറ്റ റിപ്പോസിറ്ററി അല്ലെങ്കിൽ ഡേറ്റ വെയർ ഹൗസിനെ ഒരു കോമൺ ആയിട്ടുള്ള സ്കീമ ഡെവലപ്പ് ചെയ്യണം, ഡിസൈൻ ചെയ്യണം. ആ സ്കീമയിലേക്ക് ഈ ഡേറ്റയെ കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമല്ലേ നമുക്ക് ആ ഒരു റിപ്പോസിറ്ററിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രത്തോളം ഹെട്രോജീനിയസ് സോഴ്സുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡേറ്റയെ ഒരു കോമൺ സ്കീമയിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ കൊണ്ടുവന്ന ഡേറ്റ റിപ്പോസിറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്യുക എന്നുള്ളത് വളരെയധികം വലിയ ഒരു ചാലഞ്ചിങ് ടാസ്ക് ആണ്, അല്ലേ? അതാണ് സെക്കൻഡ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഡേറ്റ ക്വാളിറ്റി. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഹെട്രോജീനിയസ് സോഴ്സിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് സോഴ്സുകളുണ്ടില്ലേ, ഒരുപാട് മൾട്ടിപ്പിൾ ഹെട്രോജീനിയസ് സോഴ്സിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ എല്ലാ ഡേറ്റയും ഒരേപോലെ ക്വാളിറ്റി ഉള്ളതായിരിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചില ഡേറ്റ നല്ല ക്വാളിറ്റി ഉള്ള ഡേറ്റ ആയിരിക്കാം, ചില ഡേറ്റ ക്വാളിറ്റി കുറവായിരിക്കും. ക്വാളിറ്റി ലെസ് ഇൻ ദ സെൻസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മിസ്സിംഗ് വാല്യൂസ് കാണാം, നോയ്സ് ഡേറ്റ കാണാം, ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ക്വാളിറ്റി കുറവെന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മീൻസ് മാക്സിമം ക്വാളിറ്റി ഉള്ള ഡേറ്റ എടുക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം, എങ്കിലും എപ്പോഴും നമുക്ക് മാക്സിമം ക്വാളിറ്റി അറ്റൈൻ ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതൊരു ചാലഞ്ചിങ് ടാസ്ക് ആണ് ഡേറ്റ വെയർ ഹൗസിൻ്റെ. നെക്സ്റ്റ് വൺ, പെർഫോമൻസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ പറ്റാത്ത ഡേറ്റ വച്ചിട്ട് ചെയ്യുന്ന എന്ത് ടാസ്ക് ആണെങ്കിലും അതിൻ്റെ പെർഫോമൻസും എന്ത് തന്നെയായിരിക്കും? അഷ്യൂർ ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസൈനിങ് ദ ഡേറ്റ വെയർ ഹൗസ്. അതായത് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞൊരു പോയിന്റ് ആണ്, ഇത്രയും മൾട്ടിപ്പിൾ ഹെട്രോജീനിയസ് സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡേറ്റ ഒരു കോമൺ സ്കീമയിലേക്ക് ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഡേറ്റ വെയർ ഹൗസ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഡേറ്റ വെയർ ഹൗസിന് എന്ത് വേണം? ഒരു സ്കീമ വേണം. അപ്പോൾ നമുക്ക് വെറുതെ ഒരു ഡേറ്റ വെയർ ഹൗസ് ഡിസൈൻ ചെയ്യാൻ പറ്റത്തില്ല, പകരം ഒരു സ്കീമ വേണം. സ്കീമ പല ടൈപ്പ് ഉണ്ട്, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ സ്കീമ ജനറേറ്റ് ചെയ്യണം, ആ സ്കീമയ്ക്ക് അനുസരിച്ച് എല്ലാ ടൈപ്പിലുള്ള ഡിസൈനിങ് ചെയ്യണം. ആ ഡേറ്റ വെയർ ഹൗസിനുള്ള ആക്ടിവിറ്റീസ് എല്ലാം, ടാസ്കുകളെല്ലാം ഓൾറെഡി ഡിഫൈൻ ചെയ്തിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഡേറ്റ വെയർ ഹൗസ് ഡിസൈൻ ചെയ്യുക എന്നതും അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ആണ്. കോസ്റ്റ് ഇൻ ദ സെൻസ്, ഇപ്പോൾ നമ്മൾ ഒരു ഡേറ്റ വെയർ ഹൗസ് അല്ലെങ്കിൽ ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന സ്ഥലം അല്ലെങ്കിൽ ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന ഒരു സ്റ്റോറേജ് ഏരിയ എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്യുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് ആണെന്ന് പൊതുവേ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. ആക്ച്വലി അത് ഫോൾസ് ആണ്. നല്ല ഒരു ക്വാളിറ്റിയൊക്കെ അഷ്യൂർ ചെയ്യുന്ന നല്ലൊരു സ്കീമൊക്കെ ഉള്ള ഒരു ഡേറ്റ വെയർ ഹൗസ് ഡിസൈൻ ചെയ്യണമെങ്കിൽ അത് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു കാര്യമാണ്, അത്യാവശ്യത്തിൽ കൂടുതൽ എഫേർട്ട് വേണ്ട ഒരു കാര്യമാണ്. അതാണ് കോസ്റ്റ് എന്ന പോയിന്റിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഡേറ്റ വെയർ ഹൗസിൻ്റെ മെയിൻ ചാലഞ്ചസ്. ഇത്രയും മാത്രമല്ല, ഇനിയുണ്ട്. ഇനി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ്, ഇപ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ ഡേറ്റാ ബേസിലൊക്കെ ഡേറ്റ ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറേ ക്വറീസ് ഉണ്ട്. അതുപോലെ തന്നെ ഡേറ്റ വെയർ ഹൗസിലുള്ള ഡേറ്റ
ക്രിയേറ്റ് ചെയ്യാനും ഇൻസേർട്ട് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഒക്കെ അതിലും കുറേ ക്വറീസ് ഉണ്ട്. ഈ ക്വറീസ് എന്ന് പറയുന്നത് അത്യാവശ്യത്തിലേറെ കോംപ്ലക്സ് ആണ്. ഇപ്പോൾ നമ്മൾ നോർമൽ ഒരു എന്താ പറയുക ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അത്തരത്തിലുള്ളതല്ല, കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ക്വറീസ് ആണ് ഡേറ്റ വെയർ ഹൗസിലെ ഡേറ്റ പ്രോസസ്സിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്വറീസ് പഠിച്ച് അതിന് കൂടുതലായിട്ടുള്ള ഡീറ്റെയിലിംഗ് പഠിച്ച് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഡേറ്റ വെയർ ഹൗസിലുള്ള ഡേറ്റ പ്രോസസ്സിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊരു കുറച്ച് അത്യാവശ്യം tedious ടാസ്ക്കാണ്. അതുകൊണ്ടാണ് അതൊരു ചാലഞ്ചായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ യൂസർ അക്സെപ്റ്റൻസ്, നമുക്കതൊരു പോയിന്റ് പറയാം. യൂസർ അക്സെപ്റ്റൻസ്, അതായത് ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ നോർമലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷനിൽ സ്വാഭാവികമായ ഒരു ഓപ്പറേഷണൽ ഡേറ്റാബേസ് കാണും. ഓക്കെ, അപ്പോൾ ആ ഒരു അത്തരത്തിലുള്ള ഒരു ഓപ്പറേഷണൽ ഡേറ്റാബേസ് ഉള്ള ഒരു ഓർഗനൈസേഷനിൽ ഒരു ഡേറ്റ വെയർ ഹൗസ് ഡിസൈൻ ചെയ്ത് അവിടെ ലോഞ്ച് ചെയ്യുമ്പോൾ യൂസേഴ്സ്, ആ ഒരു ഡേറ്റ വെയർ ഹൗസ് യൂസ് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ഒരു അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് പെട്ടെന്ന്, കാരണം ഡേറ്റ വെയർ ഹൗസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കൊറീസ് ഒക്കെ കുറച്ച് കോംപ്ലക്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കൊറീസ് എല്ലാവരും പഠിച്ചാൽ മാത്രമല്ലേ ആ ഡേറ്റ വെയർ ഹൗസിനെ ആ എംപ്ലോയീസിന് കൈകാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് കുറച്ച് എന്തായിരിക്കും, യൂസർ അക്സെപ്റ്റൻസ് അതിന് കുറച്ചു ചാലഞ്ചിങ്. ആ യൂസർ അക്സെപ്റ്റൻസ് എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ അതും ഡേറ്റ വെയർ ഹൗസിന് ഒരു ചാലഞ്ചിങ് ആണ്. ആ കൊറിയൊക്കെ പഠിച്ച് അതൊക്കെ ഒന്ന് നല്ലപോലെ യൂസ്ഡ് ആയി വന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു സിസ്റ്റമായിട്ട് അല്ലെങ്കിൽ ഡേറ്റ വെയർ ഹൗസ് എന്നൊരു റിപ്പോസിറ്ററിയുമായിട്ട് കുറച്ചും അതിലുള്ള ഡേറ്റാസൊക്കെ യൂസ് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് അടുത്തൊരു ചാലഞ്ച്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഡേറ്റ വെയർ ഹൗസിലുള്ള ചലഞ്ചസ് എന്ന് പറയുന്നത്. അടുത്തത് OLTP OLAPയുടെ ഡിഫറൻസ് നോക്കാം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ്. OLAP നിങ്ങൾ ഓൾറെഡി ഫെമിലിയർ ആണ്. ഓൺലൈൻ അനലിറ്റിക്കൽ പ്രോസസ്സിംഗ് ആണ് OLAPയുടെ ഫുൾ ഫോം. നമ്മൾ ഡേറ്റ വെയർ ഹൗസിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് OLAP എന്ന് പറഞ്ഞു. ഓൺലൈൻ അനലിറ്റിക്കൽ പ്രോസസ്സിംഗ് എന്നാണ് ഫുൾ ഫോം. OLTP എന്ന് പറയുമ്പോൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ്. ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ്, അതാണ് ഡിഫറൻസ്. രണ്ടിൻ്റെയും മെയിൻ ഡിഫറൻസ് അതാണ്. OLTP മീൻസ് ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ്. OLAP എന്ന് പറയുമ്പോൾ ഓൺലൈൻ അനലിറ്റിക്കൽ പ്രോസസ്സിംഗ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസിലേക്ക് പോകാം. ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് OLTP എന്ന് പറയുന്നത് ഓപ്പറേഷണൽ പ്രോസസ്സിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. ഓപ്പറേഷണൽ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഡേ ടു ഡേ ലൈഫിലുള്ള ട്രാൻസാക്ഷൻസ്, ഒരു ഓർഗനൈസേഷൻ്റെ ഡേ ടു ഡേ ലൈഫിലുള്ള ട്രാൻസാക്ഷൻസ് ആയിരിക്കും OLTPക്കകത്ത് ചെയ്യുന്നത്. അതേസമയം OLAP എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷണൽ പ്രോസസ്സിംഗ് ആണ്. അതായത് ഹിസ്റ്റോറിക്കൽ ഡേറ്റാസ്, നമ്മളിപ്പോൾ ഡേറ്റ വെയർ ഹൗസിൻ്റെ ഒരു ടൂളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡേറ്റ വെയർ ഹൗസിൻ്റെ ഉപയോഗം എന്താണ്, ഹിസ്റ്റോറിക്കൽ ഡേറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്തിട്ട് അതിനെ അനലൈസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രോസസ്സിംഗ് ആയിരിക്കും, ഇൻഫോർമേഷണൽ പ്രോസസ്സിംഗ് ആയിരിക്കും OLAPയിൽ ചെയ്യുന്നത്. സെക്കൻഡ് പോയിന്റ് ഓറിയന്റേഷൻ. ഓറിയന്റേഷൻ മീൻസ് എന്ത് ടൈപ്പിലാണ് അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ഡേറ്റയാണ് ഇത് ഡീൽ ചെയ്യുന്നതെന്നുള്ളത്. OLTPയിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസ്സിങ്ങിലെ ട്രാൻസാക്ഷൻ ഡേറ്റ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. വേർഡിലുള്ള ടിയുടെ ഫുൾ ഫോം തന്നെയാണ് ട്രാൻസാക്ഷൻ. OLAP എന്ന് വെച്ചാൽ ഓൺലൈൻ അനലിറ്റിക്കൽ പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ അനാലിസിസ് അല്ലെങ്കിൽ അനാലിസിനുള്ള ഡേറ്റ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ അനാലിസിസ്. ദെൻ യൂസർ, ഏതൊക്കെ ടൈപ്പിലുള്ള യൂസേഴ്സാണ് ഇത് രണ്ടും യൂസ് ചെയ്യുന്നത് നോക്കാം. OLTP യൂസ് ചെയ്യുന്നത് ക്ലർക്ക്, അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ക്ലറിക്കൽ ലെവലിലുള്ള എംപ്ലോയീസ്. അതുപോലെ DBA, ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഡേറ്റാബേസിലെ എല്ലാ കൺട്രോളും എസ്റ്റാബ്ലിഷ് ചെയ്ത് ഓവറോൾ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. അതുപോലെ ഡേറ്റാബേസ് പ്രൊഫഷണൽ, DB പ്രൊഫഷണൽ മീൻസ് ഡേറ്റാബേസ് പ്രൊഫഷണൽസ്. ഇവരൊക്കെയാണ് കൂടുതലും ഡേറ്റാബേസുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കും ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസ്സിങ്ങിൽ യൂസേഴ്സ് ആയിട്ടുള്ളത്. ഓൺലൈൻ അനലിറ്റിക്കൽ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പം നോളജ് വർക്കേഴ്സ് ആയിരിക്കും അത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. നോളജ് വർക്കേഴ്സ് മീൻസ് ഉള്ള ഇൻഫർമേഷനെ എടുത്ത് സ്റ്റഡി ചെയ്യുന്നവർ. എക്സാമ്പിൾ പറഞ്ഞാൽ മാനേജർ, എക്സിക്യൂട്ടീവ്, അനലിസ്റ്റ്, ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. മാനേജേഴ്സോ ഒരു ഓർഗനൈസേഷൻ്റെ മാനേജർ ലെവലിലുള്ള എംപ്ലോയീസ്, എക്സിക്യൂട്ടീവ്സ്, അനലിസ്റ്റുകൾ, ഇവരൊക്കെയാണ് OLAP യൂസ് ചെയ്യുന്ന യൂസേഴ്സ്. ദെൻ ഫംഗ്ഷൻ. OLTP നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡേ ടു ഡേ ഓപ്പറേഷൻസിന് യൂസ് ചെയ്യുന്നു. OLAP ലോങ് ടേം ഓപ്പറേഷൻസിനായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് ഡേറ്റാബേസ് ഡിസൈൻ. OLTP എന്ന് പറയുന്നത് ER ബേസ്ഡ് ഡിസൈൻ ആയിരിക്കും ഉള്ളത്. ER എന്ന് പറയുമ്പോൾ ER ഡയഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡേറ്റാബേസിൽ പഠിച്ചിട്ടുണ്ട്. എൻറ്റിറ്റി റിലേഷൻഷിപ്പ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ടൈപ്പിൽ അങ്ങനത്തെ ഒരു ബേസിലുള്ള
ഡിസൈനിങ് ആയിരിക്കും OLTPയിൽ വരുന്നത്. സിൻസ് ഇറ്റ് ഈസ് എ ഡേ ടു ഡേ ലൈഫ് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് ആൻഡ് ഇറ്റ് യൂസസ് ഡേറ്റാബേസ്. അതുകൊണ്ടാണ് ER ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈനിങ് വരുന്നത്. OLTP എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയിരിക്കും. അതേസമയം OLAP എന്ന് പറയുന്നത് സബ്ജക്റ്റ് ഓറിയന്റഡ് ആയിരിക്കും. OLAP ഈസ് സബ്ജക്റ്റ് ഓറിയന്റഡ്. OLAPയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്, അല്ലെങ്കിൽ ഡേറ്റാ വെയർഹൗസിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് സബ്ജക്റ്റ് ഓറിയന്റഡ് ആയിരിക്കും. അതായത് ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള ഡേറ്റ ആയിരിക്കും ഡേറ്റാ വെയർഹൗസിലുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇനി OLTPയിൽ യൂസ് ചെയ്യുന്ന ഡിസൈൻ എന്ന് പറയുന്നത് ER ബേസ്ഡും, അതേസമയം OLAPയിൽ സ്നോഫ്ലേക്ക് അല്ലെങ്കിൽ സ്റ്റാർ എന്ന് പറയുന്ന ഡിസൈനിങ് ആയിരിക്കും. ആക്ച്വലി നമ്മൾ തൊട്ട് മുന്നേ ഒരു ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരത്ത് ഡേറ്റാബേസിനുള്ളിൽ ഒരു സ്കീമ കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ സ്കീമ മെയിൻലി 3 ടൈപ്പ് ഉണ്ട്. ഫാക്ട് കോൺസ്റ്റലേഷൻ സ്കീമ, സ്റ്റാർ സ്കീമ, സ്നോഫ്ലേക്ക് സ്കീമ. ഇത് ആക്ച്വലി ഡേറ്റാബേസിനകത്ത് വരുന്ന 3 സ്കീമാസ് ആണ്. സ്റ്റാർ സ്കീമ, സ്നോഫ്ലേക്ക് സ്കീമ, ഫാക്ട് കോൺസ്റ്റലേഷൻ സ്കീമ. അപ്പോൾ ഇത്തരത്തിലുള്ള സ്കീമാസ് ആണ് OLAPിനുള്ളിൽ യൂസ് ചെയ്യുന്ന ഡേറ്റാബേസ് ഡിസൈനിങ്ങിന് യൂസ് ചെയ്യുന്ന സ്കീമാസ്. ദെൻ OLTPയിലുള്ള ഡേറ്റ എന്ന് പറയുന്നത് കറണ്ട് ഡേറ്റ ആയിരിക്കും. അത് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഡേറ്റ ആയിരിക്കും. OLAPയിലാണെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഡേറ്റ ആയിരിക്കും. ഹിസ്റ്റോറിക്കൽ ഡേറ്റ ഇപ്പോൾ ഇന്നത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ എടുത്താൽ ഇന്നലെ വരെയുള്ളത് ഹിസ്റ്റോറിക്കൽ ഡേറ്റയാണ്. നാളെ ആകുമ്പോൾ ഇന്നത്തതും കൂടെ അപ്പോൾ അപ്ഡേറ്റ് ആകും അത്. ദെൻ നമ്പർ ഓഫ് യൂസേഴ്സ് എന്ന് പറയുന്നത് 1000 users can use OLTP while millions of users can use OLAP. ദെൻ പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ OLTPയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഹൈ പെർഫോമൻസിനും ഹൈ അവൈലബിലിറ്റിക്കും ആയിരിക്കും. അതായത് OLTP സിസ്റ്റംസ് ഹൈ പെർഫോമൻസ് ഉള്ളതും ഹൈ അവൈലബിലിറ്റി ഉള്ളതുമായിരിക്കണം എന്നുള്ളതിനാണ് കൂടുതൽ പ്രയോറിറ്റി. Meanwhile, OLAP systems or OLAP tools provide priority for flexibility. കൂടുതൽ ഫ്ലെക്സിബിൾ ആയിട്ട് എങ്ങനെ വർക്ക് ചെയ്യാമെന്നുള്ളതിനായിരിക്കും അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ എൻഡ് യൂസർ ഓട്ടോണമിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് പ്രയോറിറ്റി കൊടുക്കും. ദെൻ ഡേറ്റാബേസിൻ്റെ സൈസ് എന്ന് പറയുന്നത് OLTPയിൽ 100 MB to GB ആണ്. അതേസമയം OLAPയിൽ വാസ്റ്റ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇറ്റ് ഇസ് എ ബിഗ് ഹ്യൂജ് ഡേറ്റാ റിപ്പോസിറ്ററി എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ 100 GB to TB ആണ് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് OLTPയുടെയും OLAPയുടെയും ഡിഫറൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് ഡേറ്റാ വെയർഹൗസിൻ്റെ നീഡ് എന്താണ്, അതിൽ ഡിഫറെൻറ്റ് ചാലഞ്ചസ് ഏതൊക്കെയാണ്, OLTP OLAP പ്രോസസ്സുകളുടെ ഡിഫറൻസ്, ഇത്രയാണ് നമ്മളിന്ന് വീഡിയോയിൽ കണ്ടത്. അപ്പോൾ ഈ പോർഷൻസൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു മെയിൽ ID കൊടുക്കാം. അതിലൂടെയോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ മെൻഷൻ ചെയ്ത് നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്